നമ്മുടെ എല്ലാ കാറിലും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ ഈ ആൻഡ്രോയിഡ് സ്റ്റീരിയോ എന്ന് പറയുന്നത്. ഓൺലൈനിലൊക്കെ ഒരു 7,000 തൊട്ട് മേപ്പോട്ട് നമുക്ക് ഈ ആൻഡ്രോയിഡ് പ്ലെയേഴ്സ് വരുന്നുണ്ട്. ഈ ആൻഡ്രോയിഡ് പ്ലെയറിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓഡിയോ ക്വാളിറ്റിക്കായിട്ട് ആരും വെക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ടൈപ്പ് ഒരു ഓഡിയോ ചെയ്യുന്ന ഒരു കാറാണെന്നുണ്ടെങ്കിൽ DSP ഒക്കെ വെച്ച് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ടൈപ്പ് പ്ലെയർ വാങ്ങരുത്. പണ്ട് കാലം തൊട്ടേ നമുക്ക് കണ്ടുവരുന്ന ഈ സോണി, പൈനിയർ, JVC ഇതേപോലുള്ള പ്ലെയേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആൻഡ്രോയിഡ് പ്ലെയറിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതിൽ നമുക്ക് ബാക്ക് സൈഡിലോട്ട് ഒന്നും തന്നെ ഇല്ല. ഇതൊരു സ്ക്രീനാണ്, നിങ്ങളുടെ ടാബ് യൂസ് ചെയ്യുന്നതിൻ്റെ കൂട്ടൊരു സ്ക്രീനാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് വളരെയധികം കോംപ്രമൈസ്ഡ് ആയിരിക്കും. അതേസമയം ഇത് ഇതേപോലൊരു സ്ക്രീനുള്ളൊരു സോണിയുടെ പ്ലെയറാണ്. പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇതിനകത്ത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ബോർഡ് ഉണ്ടാവും. ഈ ഓഡിയോയ്ക്ക് സ്ട്രീമിംഗ് പവർ കിട്ടാനുള്ള കോമ്പണൻസ് എല്ലാം വളരെയധികം നല്ല കോമ്പണൻസ് ആയിരിക്കും ഇങ്ങനെയുള്ള കമ്പനിക്കാർ യൂസ് ചെയ്യുന്നത്. ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഒരു സ്പീക്കേഴ്സും ആഫ്റ്റർ മാർക്കറ്റ് ഒരു ആംപ്ലിഫയറും ഒരു DSP ഒക്കെ വെച്ചിട്ടുള്ള ഇൻസ്റ്റാളേഷനിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ആൻഡ്രോയിഡ് പ്ലെയേഴ്സിലേക്ക് പോകരുത്. അഥവാ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് പ്ലെയറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ ഔട്ടോ കൊയാക്സിൽ ഔട്ട്പുട്ടോ ഉള്ള ടൈപ്പ് ഓഫ് ആൻഡ്രോയിഡ് പ്ലെയേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഈ ഒരു ഔട്ട്പുട്ടിന് പകരം അത് ഒപ്റ്റിക്കലോ കൊയാക്സിലോ ആയിട്ട് ഈ DSPയിലേക്ക് വരുന്നതായിരിക്കും. അപ്പം നല്ല സ്ട്രീമിംഗ് പവർ ഇതിന് കിട്ടും. നമുക്ക് നല്ല രീതിയിൽ ഓഡിയോ പ്രോസസ്സ് ചെയ്യാനും സാധിക്കും.